ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നാട്ടിൽ വന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും താറാവ് കറി കൂട്ടണം. ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. ഞാൻ ഇന്ന് താറാവ് കറിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം हम बनाने जा रहे डक करी केरला स्टाइल दिखाएंगे कैसे. പാൻ ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൻ ഗരം हो गया, तेल डाल रहे 3 ടേബിൾ സ്പൂൺ. ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതിന് ആദ്യം പൊട്ടിച്ചു കൊടുക്കാം. लौंग, इलायची और दालचीनी डाल के थोड़ा पटा लें. इंजी, अदरक, लहसुन, വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില, थोड़ा കരിയാപ്പില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 हरी मिर्च लिया वो भी डाल. കൊച്ചുള്ളി 1/2 കിലോ എടുത്തിട്ടുണ്ട്. छोटा प्याज आधा केजी डाल रहे. अच्छा से मिक्स करके थोड़ा फ्राई कर लीजिए. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പകുതി വഴന്ന് കഴിഞ്ഞ് प्याज थोड़ा फ्राई हो गया, थोड़ा सा फ्राई हो गया. अभी नमक डाल दें. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് अच्छा से मिक्स कर दीजिए. ഇപ്പോൾ ഇതിനകത്തോട്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ हल्दी डाल दें. 3 ടേബിൾ സ്പൂൺ ധനിയ പൗഡർ. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടു. പെരുംജീരകത്തിൻ്റെ പൊടി बड़ा जीरा 1 टीस्पून. 1 टीस्पून बड़ा जीरा का पाउडर. 1 ടേബിൾ സ്പൂൺ गोल मिर्ची का पाउडर. 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയായിട്ട്. 1 ടേബിൾ സ്പൂൺ गरम मसाला പൊടി. 1 ടേബിൾ സ്പൂൺ गरम मसाला का पाउडर. लो फ्लेम में डाल के अच्छे से मिला दीजिए. ചെറിയ തീയിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. മസാല थोड़ा अच्छे से फ्राई हो गया. अभी 1.5 കിലോ 1.5 കിലോ താറാവ് മുറിച്ചതാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മസാലയ്ക്കകത്ത് മസാലയെല്ലാം डाल दें. अच्छे से मिक्स कर लीजिएगा. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല. इसमें लाल मिर्च नहीं डाल रहे. लो फ्लेम में अടച്ചു വെച്ച് 10 മിനിറ്റ് വെക്കാം. लो फ्लेम में 10 मिनट बंद करके रखेंगे. 10 മിനിറ്റ് കഴിഞ്ഞു. 10 मिनट हो गया. इसका पानी पूरा ശുദ്ധിയാണ്. ഇതിലെ വെള്ളം മുഴുവനും പറ്റിയിട്ടുണ്ട്. നമുക്കിത് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. अभी ये कुकर में डाल दें. ഞാൻ ഇത് കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞ ഇറച്ചി कुकर में डाला है. अभी 3 कप सेकंड वाला दूध, नारियल का दूध. 3 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. फुल फ्लेम में इट കൊടുക്കുക. फुल फ्लेम में डाल के 3 വിസിൽ लाना है. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ तक वेट करना है. 3 വിസിലായി കഴിഞ്ഞു. ഈ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. अभी 3 सीटी हो गया. अभी लो फ्लेम में डाल के 10 मिनट रखना है. കുറച്ച് ആലു ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ആലു ഫ്രൈ करने के लिए निकाल दिया है. तेल गरम हो गया. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വറുത്തത് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് എടുക്കാം. आलू फ्राई हो गया, निकाल दें. 10 मिनट ഞാൻ ലോ ഫ്ലെയിമിൽ വിട്ടായിരുന്നു. 10 मिनट लो फ्लेम में भी डाला है. अब देखेंगे താറാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. अच्छे से पक गया है. നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് का फर्स्ट वाला दूध डाल दो. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് വറുത്താണ് എടുത്തിരിക്കുന്നത്. आलू फ्राई किया, निकाल दिया है. इसमें हम थोड़ा नमक स्प्रिंकल किया था. നമുക്ക് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ പകുതി ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. അതാ അബി इसमें ഉണ്ടാകുക. നമുക്കൊന്ന് മിക്സ് ചെയ്ത്
നമുക്ക് സർവിങ് ഡിഷിനകത്തോട്ട് എടുക്കാം. സർവിങ് ഡിഷ് में डाल दे. സർവിങ് ഡിഷിനകത്തോട്ട് എടുക്കാം. സർവിങ് ഡിഷ് में डाल दे. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് കറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. सब लोग को पसंद हो जाएगा. बहुत बढ़िया टेस्ट है. चावल, रोटी, अप्पम सबका साथ बहुत बढ़िया टेस्ट है. इधर का स्पेशल एक टू मीट का करी है, डक करी. केरला स्पेशल है. सब लोग थोड़ा ट्राई करके देखिएगा. एक बार खाएगा तो बार बार आप लोग खाएगा. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഞാൻ ഇതിന്റെ കൂടെ പുലാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. इसका साथ हम पुलाव बनाया है. सबका साथ एक बहुत बढ़िया है. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.